സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സെല്ലിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് എന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, അതുപോലെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ എയ്ഡാസ് തിയറി ഓഫ് സെല്ലിങ്ങിലെ ആദ്യത്തെ തിയറിയായ എയ്ഡാസ് തിയറീനെ ഒക്കെ പറ്റിയിട്ടാണ്. സോ ഈ 3 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ 3 ടോപ്പിക്കുകളുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി പറയുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ടോട്ടൽ മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ദി പ്രൊമോഷൻ മിക്സ്. അതെ, നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്താണ് മാർക്കറ്റിംഗ് മിക്സിന് 4 പീസാണുള്ളത്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നതിന് 4 പീസാണുള്ളത്. അതായത് 4 പീസ് അടങ്ങുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. അതിൽ ഒന്നാമത്തെയാണ് പ്രൊഡക്റ്റ്, രണ്ടാമത്തെയാണ് പ്രൈസ്, മൂന്നാമത്തെയാണ് പ്രൊമോഷൻ, നാലാമത്തെയാണ് പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ? അപ്പോൾ ഈ 4 പീസിലെ നമ്മളിപ്പോൾ മൂന്നാമത് പറഞ്ഞത് എന്താണ്? പ്രൊമോഷൻ. ഈ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണല്ലോ സെയിൽസ് പ്രൊമോഷൻ. പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണല്ലോ പേഴ്സണൽ സെല്ലിംഗ്. സോ അങ്ങനെ അതെന്താണ് മാർക്കറ്റിംഗ് മിക്സിലെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. അതുപോലെ എന്താണ് പ്രൊമോഷൻ മിക്സിലെയും ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണെന്ന് പറയുന്നു. അല്ലേ? പ്രൊമോഷൻ മിക്സിൽ പേഴ്സണൽ സെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ come in direct contact with the prospects to convince and persuade them to purchase their products. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒരുപാട് സ്റ്റാഫുകൾ ഇങ്ങനെ വരാറുണ്ടല്ലേ, അല്ല ഒരുപാട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനെ വരാറുണ്ടാവൂലേ. ഇത് ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, ഇത് മറ്റേ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അത് പല സാധനങ്ങളുണ്ടാവാം അല്ലേ. ഇപ്പോൾ ചപ്പാത്തി മേക്കർ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫ്രൈയിങ് പാൻ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങളാവാം. അപ്പോൾ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അവർ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ ഇപ്പോൾ നമ്മളോട് സാധനം വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ സാധനമൊന്നും വേണ്ട, അവിടെ എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ടാൽ അവർ പോവും. ഇനി അതല്ല, നമ്മൾ എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ള സാധനം എങ്ങനെ ഉണ്ട് എന്ന് നമ്മളൊന്ന് നോക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരും നമുക്ക് ആ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരും അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുക? അവർ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പറഞ്ഞു തരും. ആ ഉൽപ്പന്നം എത്ര ക്വാളിറ്റി ഉള്ളതാണ്, അതിന് വാറൻറ്റി ഉണ്ടോ, അതിന് മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ അതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു ഉദ്ദേശവും. ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ വീടുകളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പോകണം. ഇപ്പോൾ നമ്മളെന്താണ് വീട്ടിലൊരു ഫർണിച്ചർ വാങ്ങാൻ പോയി, ഇപ്പോൾ ഒരു ചെയർ വാങ്ങാൻ പോയി. അപ്പോൾ എന്താണ് ചെയർ വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, സാറിന് എന്ത് ടൈപ്പ് ചെയറാണ് വേണ്ടത്? ഇപ്പോൾ മരത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ചെയർ മതിയോ, അതിന് ഇപ്പോൾ ഓഫീസിലേക്കാണോ അതോ വീട്ടിലേക്കാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഇതാണ് പേഴ്സണൽ സെല്ലിംഗ്. Personal selling is a process by which the representatives of the organization come in direct contact with the prospects to convince and persuade them to purchase their products. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നൊരു പ്രവർത്തനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്താണ് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് നേരിട്ട് അവരുമായി സംവദിക്കുകയും ഒരു പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് പരിചയപ്പെടുത്തുകയും അതുവഴി അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അതെങ്ങനെ ഉപയോഗിക്കണം, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതിന് വാറൻറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ, അതായത് വാങ്ങാൻ വന്ന ആൾ ആരാണോ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ മുന്നിലേക്കാണോ നമ്മൾ സാധനം വിൽക്കുവാനായി ചെന്നിട്ടുള്ളത് അവരെ എന്ത് ചെയ്യണം? കൺവിൻസ് ചെയ്യിക്കണം അല്ലേ. അവരെ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവരെ ആ ഉൽപ്പന്നം വാങ്ങുവാനായി അവരെ
പ്രേരിപ്പിക്കണം. അപ്പം അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ഒരു സ്റ്റാഫിനെ തന്നെ എടുക്കാം അല്ലേ. അവരെന്താ ചെയ്യുന്നത്, അവർ ഉൽപ്പന്നമായി വരുന്നു, നമ്മൾ അവരുമായി സഹകരിക്കുമ്പോൾ അവരെ ഉൽപ്പന്നത്തിനെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അല്ലേ. ആ ഉൽപ്പന്നം ഏത് കമ്പനിയുടെ ആണെന്ന് പറയുന്നു, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നു, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണു, അതിന് വാറൻറ്റി ഉണ്ടോ ഇല്ലയോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നു. അതാണ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. Almost all the organizations in any industry involved in marketing their products employ sales representatives or sales personnel to directly contact the potential buyers and persuade them to buy their products. ഇവിടെ എന്താ പറയുന്നത്, അതായത് എന്താണ്, ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും അതല്ലെങ്കിൽ എല്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും എന്തു ചെയ്യുന്നു, അവരവരുടെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അല്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫുകളെ ജോലി ചെയ്യിപ്പിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അവർ ഉപഭോക്താക്കളിലേക്ക് അവർ നേരിട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കുകയും ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പല വിവരങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അത് ആ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുവാനായി അവരെ പ്രേരിപ്പിക്കുന്നു. സോ ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു മീനിങ് ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു മീനിങ്. അടുത്തത് നമുക്ക് നോക്കാം സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വിപണന തന്ത്രങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ വിപണന തന്ത്രങ്ങൾ അത്രയും കാര്യക്ഷമമാവാൻ പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കുന്നു. ദാറ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതെ, ഒരു ഓർഗനൈസേഷന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കുമല്ലേ, അതായത് വിപണന തന്ത്രങ്ങൾ ഉണ്ടാവുമല്ലേ. അപ്പം അതിനെ വളരെ കാര്യക്ഷമമാക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായി അല്ലെങ്കിൽ ഏറ്റവും കാര്യക്ഷമമായി ഒരു ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ത്, പേഴ്സണൽ സെല്ലിംഗ്. വാട്ട് എവർ ഈസ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓഫ് ദ കമ്പനി, ഇറ്റ് ബോയിൽസ് ഡൗൺ ടു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ targeted at customers or prospects. The person who communicates with the prospect is a sales representative. Through different companies attach different designations to them. It is a salesmanship of that sales representative which brings orders, the tangible result to meet the marketing objectives. ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിലും, ഒരു കമ്പനി ഏത് തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്, ഉപഭോക്താക്കളുമായിട്ടുള്ള തന്ത്രപരമായ ഒരു ആശയവിനിമയമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും അവരെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരാ ലക്ഷ്യം വയ്ക്കുന്ന ഉപഭോക്താക്കൾ ആരാണോ അവരുമായി ഒരു തന്ത്രപരമായ തന്ത്രപരമായ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് സെയിൽ നടത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള
ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. ദി പേഴ്സൺ ഹൂ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് പ്രോസ്പെക്ട്സ് ഈസ് ദി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. പ്രോസ്പെക്ട്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? കസ്റ്റമേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബയേഴ്സ്, അവർ ലക്ഷ്യം വയ്ക്കുന്ന ഉപഭോക്താക്കൾ, അഥവാ അവർ ഭാവിയിലെ ഉപഭോക്താക്കൾ. ഇതാണ് പ്രോസ്പെക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉപഭോക്താക്കൾ എന്നുള്ള അർത്ഥം തന്നെയാണ്. അതുപോലെ ഭാവിയിൽ ഉള്ള ഉപഭോക്താക്കൾ എന്നും പറയും. ആരാണ് ഈ ഉപഭോക്താക്കളുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുമായി സംവദിക്കുന്ന ആ വ്യക്തിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. ഇവർക്ക് പല കമ്പനീസിലും പല ഡെസിഗ്നേഷൻസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ പല പേരോ അല്ലെങ്കിൽ അതായത് ഇവർക്ക് പല സ്ഥാപനങ്ങളിൽ പല പേരുകളായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് എ സെയിൽസ്മാൻഷിപ്പ് ഓഫ് ദാറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിച്ച് ബ്രിങ്സ് ഓർഡേഴ്സ്, ടാഞ്ചിബിൾ റിസൾട്ട് ടു മീറ്റ് ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒരു വിൽപ്പനക്കാരൻ്റെ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ സെയിൽസ്മാൻഷിപ്പ് എന്താണ്? ആ സെയിൽസ്മാൻഷിപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു തൊഴിലിനോട് അത്രയും ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ആൾ, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്ന ഒരു മനോഭാവം, അതിനാണ് സെയിൽസ്മാൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ആ സെയിൽസ്മാൻഷിപ്പ് വഴിയാണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു ഓർഡർ എടുക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഓർഡർ എടുക്കുന്നതും, ഏത് ഉൽപ്പന്നമാണെങ്കിലും അതിൻ്റെ ഓർഡർ എടുക്കുന്നതും, അതുവഴി കമ്പനിക്ക് നല്ലൊരു റിസൾട്ട് നൽകുന്നതും. നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം. അല്ലേ? അപ്പോൾ അതുവഴി കമ്പനിയുടെ മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് നിറവേറ്റുവാനും സഹായിക്കുന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ സെയിൽസ്മാൻഷിപ്പിലൂടെ എങ്ങനെ സാധ്യമാകുന്നു? ഓർഡർ എടുക്കാൻ പറ്റുകയും ഓർഡർ കിട്ടുകയും അതുവഴി ഓർഡർ കിട്ടുകയും അതുവഴി വേണ്ട റിസൾട്ട് ലഭിക്കുകയും. റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിൽപ്പന. വിൽപ്പനയാണ് ഇവിടുത്തെ റിസൾട്ട്. അതുവഴി മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുവാനും പറ്റുന്നു. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അല്ലേ? മാർക്കറ്റിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ? ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? സെയിൽസ് നടത്തുക എന്നുള്ളതാണ്. അത് സാധിക്കുന്നു, അത്ര തന്നെ. മൂന്നാമത്തെയാണ് പേഴ്സണൽ സെല്ലിംഗ് ബ്രിങ് സെയിൽസ് റവന്യൂ ടു ദ കമ്പനി. അതെന്താണ് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് വഴി നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നു കമ്പനിക്ക്, അല്ലേ? അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ആണ് വളരെ കാര്യക്ഷമമായ ഒരു വിൽപ്പന രീതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറിനോട് നമ്മൾ നേരിട്ട് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സംവദിക്കുന്ന വഴി അവർക്ക് പ്രൊഡക്റ്റിനോട് ഒരു താല്പര്യം വരികയും അവരത് വാങ്ങിക്കുകയും അതുവഴി കമ്പനിക്ക് നല്ലൊരു ലാഭം അല്ലെങ്കിൽ നല്ല വിൽപ്പന നടക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് ഇറ്റ് ഈസ് എ പേഴ്സണൽ സെല്ലിംഗ് വിച്ച് റിസൾട്ട് ഇൻ സെയിൽസ് റവന്യൂ ഫ്രം ദ കസ്റ്റമേഴ്സ് ആൻഡ് ബ്രിങ്സ് ഇറ്റ് ടു ദ കമ്പനി വൈൽ അതർ കമ്പോണൻസ് ഓഫ് ദി ഓർഗനൈസേഷൻസ് ആർ കോസ്റ്റ് കമ്പോണൻസ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ സെല്ലിംഗ് വഴിയാണ് ഒരു സെയിൽ റവന്യൂ വരുന്നത്. അതാണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ കമ്പനിയിലോട്ട് ആകർഷിപ്പിക്കുന്നത്, അല്ലേ? ഒരു കസ്റ്റമറിനെ ഒരു കമ്പനിയിലോട്ട് ആകർഷിക്കുന്നത് എങ്ങനെയാണ്? ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അവരുടെ ഉൽപ്പന്നം നല്ല രീതിയിൽ വിൽക്കുന്നത് വഴിയാണ്. അപ്പോൾ അതുവഴിയാണ് ഒരു സെയിൽ റവന്യൂ അല്ലെങ്കിൽ ഒരു വരുമാനം ഒരു കമ്പനിയിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പേഴ്സണൽ സെല്ലിംഗ് മേക്സ് ദി ഓർഗനൈസേഷൻ നോൺ ഓർ ഈസ് ബീങ് റെക്കഗ്നൈസ്ഡ്. ഒരു പേഴ്സണൽ സെല്ലിംഗ് വഴി ഓർഗനൈസേഷൻ ഇവിടെ പറയുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് മേക്സ് ദി ഓർഗനൈസേഷൻ നോൺ
ഓർ ഈസ് ബീങ് റെക്കഗ്നൈസ്ഡ്. എന്താണ് പേഴ്സണൽ സെല്ലിങ് വഴി ഒരു എന്ത് സംഭവിക്കുന്നു? ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അറിയപ്പെടുകയും അതുപോലെ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു അല്ലേ? ഒരു പേഴ്സണൽ സെല്ലിങ് വഴി എന്താണ് ഒരു ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ പ്രവൃത്തിയിലൂടെ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുന്നു. അതുവഴി ആ ഉൽപ്പന്നം നല്ല ഉൽപ്പന്നമാണെങ്കിൽ, ആ ഉൽപ്പന്നം അത്രയും ക്വാളിറ്റിയും ആളുകൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നമാണെങ്കിൽ അതെന്ത് സംഭവിക്കുന്നു? അതുവഴി ആ ഓർഗനൈസേഷൻ നാലാൾ അറിയുകയും പിന്നീട് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. All organizations are known in the target market through sales staff. Such companies invariably do not advertise. For example, companies engaged in industrial products marketing or marketing pharmaceuticals do not advertise much. Even in companies which advertise, personal selling carries the same significance as the sales representative creates goodwill for the company. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും മാർക്കറ്റിൽ അറിയപ്പെടുന്നത് അവരുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വഴിയാണ്. ഇപ്പോൾ പേഴ്സണൽ സെല്ലിങ് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികൾ എന്താണ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് TV പരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള പരസ്യങ്ങളോ ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ഇപ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന, ഇപ്പോൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നത് പ്രധാനമായും പേഴ്സണൽ സെല്ലിങ് വഴിയാണ്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള കമ്പനികളും എന്താണ് പ്രധാനമായിട്ടും പേഴ്സണൽ സെല്ലിങ് തന്നെയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ പല ഡോക്ടർമാരുടെ അടുത്തും ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ വരുന്നത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. ഈവൺ ഇൻ കമ്പനീസ് വിച്ച് അഡ്വർടൈസ്, ഇനിയിപ്പോൾ എന്താണ് പരസ്യം ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ പോലും പേഴ്സണൽ സെല്ലിങ്ങിന് അഡ്വർടൈസിങ് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം ആരും കൊടുക്കുന്നുണ്ട്? പേഴ്സണൽ സെല്ലിങ്ങും കൊടുക്കുന്നുണ്ട്. ആസ് ദി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ ഫോർ ദ കമ്പനി. എന്താണ് ഒരു കമ്പനിക്ക് ഒരു സൽപ്പേര് ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് കസ്റ്റമേഴ്സ് ആസ് അസെറ്റ്സ്. എന്താണ് ഒരു പേഴ്സണൽ സെല്ലിങ് വഴി എന്താണ് ഒരു ഓർഗനൈസേഷൻ പേഴ്സണൽ സെല്ലിങ് വഴി അവരുടെ ഓർഗനൈസേഷൻ കസ്റ്റമറിനെ എന്ത് ചെയ്യുന്നു? കസ്റ്റമറിനെ അവർക്ക് കിട്ടുന്നു അല്ലേ? കസ്റ്റമേഴ്സിനെ അവർ നേടിയെടുക്കുന്നു. അതുവഴി അവരെ എന്താണ് ദീർഘകാല ആസ്തികളായി നിലനിർത്തുന്നു. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാള അർത്ഥം വ്യക്തിഗത വിൽപ്പന എന്നാണ് കേട്ടോ. വ്യക്തിഗത വിൽപ്പന, ദാറ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. ദാറ്റ്സ് എ മലയാളം മീനിങ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അടുത്ത പോയിന്റ്, ദി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് എ ബെസ്റ്റ് ഓവറോൾ മാനേജർ ഓഫ് ഹിസ് ടെറിട്ടറി. He has the responsibility of maintaining the current business as well as developing new business. He meets these objectives by creating new customers and maintaining and developing existing customers. എന്താണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ് അവരുടെ ടെറിട്ടറിയിലെ ഓവറോൾ മാനേജർ. അതായത് എന്താണ് അല്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരുപാട് കസ്റ്റമേഴ്സിനെ പോയി കണ്ട് അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ടൊക്കെയാണ് എന്താണ് ഒരു കമ്പനിക്ക് സെയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അവരില്ലെങ്കിൽ ഒരു കമ്പനി ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ എന്താണ് അവരെ ഓവറോൾ മാനേജറായിട്ടാണ് കണക്കാക്കുന്നത്. He has the responsibility of maintaining the current business as well as developing new business. എന്താണ് ഒരു കമ്പനിയുടെ നിലവിലെ ബിസിനസ് നിലനിൽക്കുവാനും
നിലവിലെ കച്ചവടം നിലനിന്ന് പോകുവാനും പുതിയ കച്ചവടം ഉണ്ടാക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനാണ് ഉള്ളത്. അയാൾ ആ ഒബ്ജക്റ്റീവ്സൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അയാൾ ഈ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നു? പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തിയും നിലവിലുള്ള ഉപഭോക്താക്കളെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോയിട്ടും. നിലവിലെ ഉപഭോക്താക്കളെ എങ്ങനെയാണ് അവർ നിലനിർത്തുന്നത്? അവർക്ക് വേണ്ട സർവീസൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലേ? ആ പ്രൊഡക്റ്റ് അവർക്ക് കസ്റ്റമേഴ്സിനൊരു ബാധ്യതയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ വരുത്താതെയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നിലവിലെ കസ്റ്റമേഴ്സിനെ അവർ നിലനിർത്തുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ അവരുടെ ഇൻ്ററാക്ഷനിലൂടെ അവർ എന്ത് ചെയ്യുന്നു? പുതിയ കസ്റ്റമേഴ്സിനെയും കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ സോഴ്സ് ഓഫ് ഫീഡ്ബാക്ക്, അല്ലേ? അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സെയിൽസ് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവർ ഒരു ഉൽപ്പന്നം വിൽക്കാൻ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്, കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും, അല്ലേ? കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ പറ്റി, ഉൽപ്പന്നത്തെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാം, അവരതിന് ഉത്തരം തരും, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആർക്ക് കിട്ടുന്നുണ്ട്? കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. A company is known in the marketplace through its sales representatives, and in turn the company know its target market through its representatives. That is why field sales personnel are excellent source of market intelligence information. എന്താണ്, ഒരു കമ്പനിയെ മാർക്കറ്റ് അറിയുന്നത് അല്ലെങ്കിൽ വിപണി അറിയുന്നത് എങ്ങനെയാണ്? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയാണ്. അങ്ങനെയാണ് ഒരു കമ്പനി എന്താണ്, അവരെ മാർക്കറ്റിൽ അവരാരാണ് എന്നറിയിക്കുന്നത്, അല്ലേ? ഒരു കമ്പനി സെയിൽസ്, അവരുടെ വിൽപ്പന വളരെയധികം കൂട്ടുന്നു, അല്ലേ? ഒരു കമ്പനി മാർക്കറ്റിൽ അറിയപ്പെടുന്നത് എപ്പോഴാണ്? അവർക്ക് മറ്റ് കമ്പനികൾ ആ സെയിം മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളേക്കാൾ ഉയർന്ന വിൽപ്പനയും അതുവഴി ലാഭവും കൊയ്യുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ലാഭം കൊയ്യുന്നത് എങ്ങനെയാണ്? സെയിൽസിലൂടെയാണ്. അപ്പോൾ ഈ സെയിൽസ് നേടിയെടുക്കുന്നത് ആരാണ്? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി മാർക്കറ്റ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയെ മാർക്കറ്റിലെ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുവാൻ സഹായിക്കുന്നത് ആരാണ്? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സെയിൽസ് പേഴ്സണൽസ് ആർ എക്സലൻറ്റ് സോഴ്സ് ഓഫ് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ എന്നൊക്കെ പറയില്ലേ? എന്താണ്, രഹസ്യ വിവരങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു ഒരു ഇതാണല്ലേ ഇപ്പോൾ ഈ അതുപോലെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു മാർക്കറ്റ് എന്താണ് എന്ന് അത്രയും നന്നായി മനസ്സിലാക്കുന്നത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സോ അതുകൊണ്ടാണ് അവർ ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ്റെ നല്ലൊരു സോഴ്സായി കാണുന്നത്, അല്ലേ? കാരണം അവർ കസ്റ്റമേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അവർ മാർക്കറ്റിനെ നോക്കി കാണുന്നുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി എന്താണ്, മാർക്കറ്റ് എന്താണെന്നും കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും അവർ പ്രിഫർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും അവരുടെ പ്രിഫറൻസ് എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നു. സോ അതുകൊണ്ടാണ് ദേ ആർ എക്സലൻറ്റ് സോഴ്സ് ഓഫ് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ സെല്ലിംഗ് മേക്സ് ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് സക്സസ്ഫുൾ. It is through personal selling effort a sales representative can provide adequate information on new products to prospective customers. എന്താണ്, പുതിയൊരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു ഉൽപ്പന്നം അവതരിപ്പിക്കാൻ പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിഗത വിൽപ്പന സഹായിക്കുന്നു. ഇതിലെന്താണ് പറയുന്നത്? പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു പുതിയൊരു ഉൽപ്പന്നത്തിനെ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിച്ച് അതിനെ പറ്റിയിട്ടുള്ള ആ പുതിയ ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മറ്റ് സവിശേഷതകളും എല്ലാം ഉപഭോക്താവിനെ അറിയിച്ച് അതുവഴി ഇങ്ങനൊരു പുതിയൊരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നും ആ ഉൽപ്പന്നത്തിന് ഇന്ന ഫീച്ചേഴ്സും ഇന്ന സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ടെന്നും ആരെ അറിയിക്കുന്നു?
കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നു. അതുവഴി പേഴ്സണൽ സെല്ലിങ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പറയാം പേഴ്സണൽ സെല്ലിങ് പുതിയൊരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമാണ് എന്ന്. സോ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അതെ, ഇപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ് നോക്കിയത്. നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെ, പേഴ്സണൽ സെല്ലിങ് അല്ലെങ്കിൽ വ്യക്തിഗത വിൽപ്പന എന്താണ് ഒരു വിപണന തന്ത്രങ്ങൾ വളരെയധികം കാര്യക്ഷമമാക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് വാട്ട് എവർ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓഫ് ദ കമ്പനി, ഇറ്റ് ബോയിൽസ് ഡൗൺ ടു സ്ട്രാറ്റജി കമ്മ്യൂണിക്കേഷൻ ടാർഗറ്റഡ് ടു കസ്റ്റമേഴ്സ് ഓർ പ്രോസ്പെക്ട്സ്. എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വിപണനതന്ത്രം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിനോട് കസ്റ്റമേഴ്സിനോട് തന്ത്രപരമായ ഒരു ആശയവിനിമയം നടത്തുക. അതെ, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. തന്ത്രപരമായ ആശയവിനിമയം നടത്തുക ഒരു ഉൽപ്പന്നത്തെ പറ്റി. അതുവഴി എന്താണ് സെയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെയാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കുക. അങ്ങനെ സംവദിക്കുന്ന ഒരാളെയാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കുക. അപ്പോൾ അവരുടെ സെയിൽസ്മാൻഷിപ്പിലൂടെയാണ്, ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സെയിൽസ്മാൻഷിപ്പിലൂടെയാണ് ഒരു ഓർഗനൈസേഷന് ഓർഡർ കിട്ടുന്നതും അതുവഴി നല്ല റിസൾട്ട് കിട്ടുകയും, നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല സെയിൽസ് കിട്ടുകയും അതുവഴി അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിറവേറ്റുവാനും സഹായിക്കുന്നു. പേഴ്സണൽ സെല്ലിംഗ് ബ്രിങ്സ് സെയിൽസ് റവന്യൂ ടു ദ കമ്പനി. ഒരു പേഴ്സണൽ സെല്ലിംഗ് സെയിൽസും അതുപോലെ തന്നെ അതുവഴി നല്ല ലാഭവും ഉണ്ടാക്കിയെടുക്കുവാനായിട്ടൊരു കമ്പനിയെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് എ പേഴ്സണൽ സെല്ലിംഗ് വിച്ച് റിസൾട്ട് ഇൻ സെയിൽസ് റവന്യൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ, പേഴ്സണൽ സെല്ലിംഗ് ആണ് സെയിൽസ് റവന്യൂ കൊണ്ടുവരുന്നതും അതുവഴി കസ്റ്റമേഴ്സിനെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതും. പേഴ്സണൽ സെല്ലിംഗ് മേക്സ് ഓർഗനൈസേഷൻ ഓർ ഈസ് ബീങ് റെക്കഗ്നൈസ്ഡ്. ഒരു ഓർഗനൈസേഷൻ അറിയപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കുന്നു, അഥവാ വ്യക്തിഗത വിൽപ്പന സഹായിക്കുന്നു. ഓൾ ഓർഗനൈസേഷൻസ് ആർ നോൺ ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ് ത്രൂ ദി സെയിൽസ് സ്റ്റാഫ്. സച്ച് കമ്പനീസ് ഇൻവാലുബിൾ. ഓക്കെ, ആ പോയിന്റ് എന്താണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവരുടെ ഓരോ ഓർഗനൈസേഷൻ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് അവരുടെ സെയിൽസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ്. അത്തരം ചില കമ്പനികൾ എന്ത് ചെയ്യില്ല, പരസ്യം അങ്ങനെ ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന കൈകാര്യം ചെയ്യുന്ന കമ്പനികളാണെങ്കിലും അവരധികം പരസ്യം ചെയ്യില്ല അല്ലേ. ഇപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പരസ്യം ചെയ്യുന്ന കമ്പനികളാണെങ്കിലും അവിടെ പേഴ്സണൽ സെല്ലിങ്ങിന് അഡ്വർടൈസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം വ്യക്തിഗത വിൽപ്പനയ്ക്കും ഉണ്ട്. അപ്പോൾ അതുവഴി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിന് നല്ലൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വഴിയാണ് ഒരു സ്ഥാപനത്തിന് ഒരു സൽപ്പേര് കിട്ടുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് കസ്റ്റമേഴ്സ് ആസ് അസെറ്റ്സ്. പേഴ്സണൽ സെല്ലിംഗ് വഴി ഒരുപാട് കസ്റ്റമേഴ്സിനെ ഒരു കമ്പനിക്ക് കിട്ടുകയും അവരെ വളരെയധികം വിലപിടിപ്പുള്ള ആസ്തികളായി ഒരു കമ്പനി കാണുന്നു. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ദ ബെസ്റ്റ് ഓവറോൾ മാനേജർ ഓഫ് ദ ടെറിട്ടറി. അതെ, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വഴിയാണ് ഒരു ഓർഗനൈസേഷന് സെയിൽ കിട്ടുന്നത് അല്ലേ. ഒരു ഓർഗനൈസേഷന് ബിസിനസ് ഉണ്ടാകുന്നതും ആ ബിസിനസ്സിനെ നിലനിർത്തുന്നതും പുതിയ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നതും ആരാണ്? ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതുകൊണ്ട് അവരെ ഒരു ഓവറോൾ മാനേജറായി കാണുന്നു. അതെ, അപ്പം അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് നേടിയെടുക്കുന്നു. എങ്ങനെ? പുതിയ കസ്റ്റമേഴ്സിനെ നേടിയെടുത്തിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ, നിലവിലുള്ള ഉപഭോക്താക്കളെ നിലനിർത്തിയിട്ടും. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ സോഴ്സ് ഓഫ് ഫീഡ്ബാക്ക്. ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ ഒരു കസ്റ്റമറിനെ ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള പല സംശയങ്ങൾ ചോദിക്കുവാനും അതിനുള്ള മറുപടി
റെപ്രസെൻറ്റേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവാനും പറ്റുന്നു. എ കമ്പനി ഈസ് നോൺ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ത്രൂ ഇറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഇൻ ടേൺ ദ കമ്പനി നോസ് ഇറ്റ്സ് ടാർഗറ്റ് മാർക്കറ്റ് ത്രൂ ഇറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ്സ്. എന്താണ് ഇതിൽ പറയുന്നത്? എന്താണ്? അതെ, ഒരു കാര്യം കൂടിയുണ്ട്. ദാറ്റ്സ് വൈ ഫീൽഡ് സെയിൽസ് പേഴ്സണൽസ് ആർ എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു കമ്പനി മാർക്കറ്റിൽ അറിയപ്പെടുന്നത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വഴിയാണ്. ഒരു മാർക്കറ്റിലൊരു നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു സ്ഥാനം കൈവരിക്കുന്നത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വഴിയാണ്. കാരണം അവരാണ് സെയിൽസ് നേടിക്കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ സെയിൽസ് നടത്തുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ഒരു മാർക്കറ്റ് എങ്ങനെയാണെന്നും ആ മാർക്കറ്റിൽ എന്തൊക്കെ സവിശേഷതകൾ, ആ മാർക്കറ്റിൽ എന്തൊക്കെ സവിശേഷത എന്നല്ല ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു സെയിൽസ് പ്രൊഫഷണലാണ് അല്ലേ, ഒരു സെയിൽസ് പേഴ്സണലാണ്. അപ്പോൾ അതുവഴി എന്താണ് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ, അതുകൊണ്ടാണ് അവരെന്താണ് എക്സലൻറ്റ് സോഴ്സ് ഓഫ് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. Personal selling makes new products launch successful. It is through personal selling efforts a sales representative can provide adequate information on new products to prospective customers. എന്താണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് ആണ്? എന്താണ് ഒരു പുതിയൊരു ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് ആണ്. കാരണം എന്താണ്? അതുവഴി കസ്റ്റമേഴ്സിനെ ഒരു ഉൽപ്പന്നത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നേരിട്ട് അറിയിക്കുവാനും കസ്റ്റമേഴ്സിന് അതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാനും അതുവഴി ആ പ്രൊഡക്റ്റിനെ പറ്റിയൊരു ബോധ്യം ഉപഭോക്താക്കളിൽ എത്തിക്കുവാനും പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കുന്നു. സോ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്.